നമസ്കാരം. ഭാരതാംബ സങ്കല്പത്തെ അപമാനിക്കാനും ഭാരതാംബ എന്ന ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലുള്ള വികാരത്തെ വ്രണപ്പെടുത്താനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. രാജ്ഭവൻ ഹാളിൽ ഇരുന്ന ഒരു ചിത്രത്തെ അങ്ങോട്ട് ചെന്ന് എടുത്തു മാറ്റാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ തന്നെയാണ് ഈ ഒരു പ്രയത്നത്തിന് ചുക്കാൻ പിടിക്കുന്നത്. നാട് നീളെ ഈ കമ്മികൾ എന്ന് അല്ലെങ്കിൽ ഈ ഓൺലൈൻ കമ്മികൾ എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഭാരതാംബ സങ്കല്പത്തെ അപമാനിക്കുന്ന പോസ്റ്റുകളുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിലൊരു പോസ്റ്റാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടേ, പശുവാണോ അമ്മ അതോ കാവി കോണകം പിടിച്ച സ്ത്രീയോ എന്നാണ്. ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു GR പ്രമോദ് എന്ന് പറയുന്ന ഒരു സഖാവാണ്. ഈ GR പ്രമോദിനെ കുറിച്ചാണ് നമുക്കേറെ പറയാനുള്ളത്. നമ്മോടൊപ്പം ഉള്ളത് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനർ ശ്രീ രാജേന്ദ്ര പ്രസാദ് ആണ്. നമസ്കാരം ശ്രീ രാജേന്ദ്ര പ്രസാദ്. ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. താങ്കളുടെ സംഘടനയും താങ്കളുടെ നേതൃത്വത്തിൽ ഈ പോസ്റ്റിനെതിരെ പ്രധാനമന്ത്രിക്കും VSSC ഡയറക്ടർക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി? ഇതിപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഈ കമ്മിക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. GR പ്രമോദിനെതിരെ ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പോസ്റ്റായിട്ട് കണ്ടുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല ഞങ്ങളിത് കൊടുത്തത്. ഞങ്ങൾ ഇത് ഇന്നലെ വാർത്തയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെന്നാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു CCS റൂളിൻ്റെ ചട്ടക്കൂടിലാണ് നമ്മളെല്ലാം. അതായത് ഇപ്പോൾ അത് ഒഫീഷ്യൽ ഡ്യൂട്ടിയിലായാലും ശരി തന്നെ, അതല്ലെങ്കിൽ പുറത്ത് നമ്മുടെ പ്രൈവറ്റ് ലൈഫിലായാലും ചില നിയമങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ആ ലിമിറ്റ് ക്രോസ് ചെയ്തോ ഒരിക്കലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു സിറ്റിസൺ ആണ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പം. അപ്പോൾ അത്രയും ഉത്തരവാദിത്തമുള്ള ഒരാൾ, അതായത് VSSC എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്. ആ വകുപ്പിന് കീഴിലുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള തിരുവനന്തപുരത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ചെയ്യുന്നത് വലിയ പ്രതിഷേധാർഹവും അപമാനകരവുമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ദേശീയതയിലൂന്നി പ്രവർത്തിക്കുന്ന ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത്. കാരണം വളരെ അപകീർത്തികരമാണ്. നമുക്കറിയാം, ഈ ഭാരതമാത എന്ന ഒരു സങ്കല്പം തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായൊക്കെ ബന്ധപ്പെട്ട ആ സമയത്ത് നമ്മുടെ ഒരു നാഷണൽ യൂണിറ്റി, അതല്ലെങ്കിൽ നമ്മുടെ പാട്രിയോട്ടിസം ഒക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മളെല്ലാം അത് വളരെ ആദരപൂർവ്വം മനസ്സിൽ സൂക്ഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മുൻ സൈനികൻ കൂടിയാണ്. ഞങ്ങളൊക്കെ ആർമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും നമ്മളൊരു ഈവൻറ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റിന് പോകുമ്പോഴൊക്കെ നമ്മളത് കഴിയുമ്പോഴൊക്കെ ഞങ്ങൾ വിളിക്കുന്ന സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ഭാരത് മാതാ കി ജയ് എന്നാണ്. അതായത് നമ്മുടെ മാതൃരാജ്യം അമ്മ എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ, ഇത് എൻ്റെ മാത്രമല്ല, ഇപ്പം ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിമുക്ത പഠനമായതുകൊണ്ടോ വരേണ്ട ഒരു സങ്കല്പമല്ല. ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരു പൗരൻ്റെയും ഉള്ളിലുള്ള ഒരു വികാരമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു ബിംബത്തെ ഇദ്ദേഹം അപമാനിച്ചിരിക്കുന്നത് എന്താണ്? കാവി കോണകം പിടിച്ച സ്ത്രീയോ എന്നാണ്. അതൊരിക്കലും നമുക്കത് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പശുവാണോ അമ്മ എന്നൊക്കെ ഇപ്പോൾ ഗോപൂജ, ഇപ്പം ഞങ്ങൾ ഗോമാതാ സങ്കല്പത്തെ കൂടി വിമർശിക്കുന്നുണ്ട്. അതായത് വിമർശിക്കുകയല്ല, പരിഹസിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പം ഗോമാതാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം കേരളത്തിൽ ഒരു പക്ഷേ ഗോപൂജയൊക്കെ നടത്തുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ തന്നെ വളരെ പവിത്രമായ അമ്പലങ്ങളിൽ ഈ ഗോപൂജ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വരെ പൊങ്കലിൻ്റെ സമയത്ത് ഒരു ദിവസം മാട്ടുപൊങ്കൽ എന്ന് പറഞ്ഞാൽ പശുവിനെ അങ്ങനെ ആ ഒരു ദൈവത്തിൻ്റെ ഒരു ബിംബം നൽകി പൂജിക്കുന്നവരുടെയൊക്കെ മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇത്? അപ്പോൾ VSSCയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന് കീഴിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഈ പറഞ്ഞ ഈ വിശ്വാസങ്ങളൊക്കെയുള്ള ഒരുപാട് ആളുകൾ നൽകുന്ന ടാക്സിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് അത് ശരിയാവുന്നത്? ഉദ്യോഗസ്ഥൻ മാത്രമല്ല, എംപ്ലോയീസ് ഓർഗനൈസേഷൻ, ട്രേഡ് യൂണിയൻ, അതെ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയന്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ട്രേഡ് യൂണിയന്റെ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഇത്രയും ഈ പോരാളി ഷാജിയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, അല്ല ഇനി ചൈനയിൽ നിന്ന് വല്ലതും ഒക്കെയാണ് ശമ്പളം വാങ്ങുന്നതെങ്കിൽ
നമുക്കിത് ക്ഷമിക്കാം. പക്ഷെ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് രാജ്യവിരുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ്. അത് തീർത്തും പറയാം, അത് അതിര് കടന്ന് പോയി എന്ന് വിചാരിക്കരുത് ഒരിക്കലും. കാരണം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മനസ്സിൽ വളരെ വികലമായ ഒരു കാഴ്ചപ്പാട് ഈ രാജ്യത്തിനെ പറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതല്ലെങ്കിൽ ഒരു പക്ഷേ അയാൾ ദൈനംദിന ജീവിതത്തിൽ അയാളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തിനോടും എല്ലാം ഉപയോഗിക്കുന്ന ഭാഷ അറിയാതെ എങ്ങനെയോ പൊതുസമൂഹ മാധ്യമത്തിൽ ഉപയോഗിച്ചപ്പോൾ വന്നതായിരിക്കാം. എന്ത് തന്നെ ആയാലും ഞങ്ങളിതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടുകൊണ്ട് ഇന്നലെ തന്നെ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ കോർ കമ്മിറ്റി കൂടുകയും നമ്മൾ ആ യോഗത്തിൽ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി പ്രധാനമന്ത്രിക്ക് അടക്കം ഇതിന് പരാതി കൊടുത്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്ത് ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ ആ പരാതി കൊടുത്തിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. കാരണം VSSC പോലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു യോഗ്യതയും ഈ മാന്യനായ GR പ്രമോദിന് ഇല്ല എന്ന് തന്നെ പറയാം. അതെ, ഈ ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിക്ക് പുറമെ VSSC ഡയറക്ടർക്കും പിന്നെ ഗവർണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ആരുമെങ്കിലുമായിട്ടും ആശയവിനിമയം നടന്നു. അപ്പോൾ VSSC ഡയറക്ടറുമായി ആശയവിനിമയം ഇതുവരെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് ശനി ഞായർ അവർക്ക് അവധിയാണല്ലോ. തിങ്കളാഴ്ച അദ്ദേഹത്തെ നേരിട്ട് കണ്ടു തന്നെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ രാജ്ഭവനുമായിട്ടും ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇമെയിൽ മുഖേന ഈ പരാതികൾ അയച്ചിട്ടുണ്ട്. ഈ ഇടതുപക്ഷ സംഘടനയാണ് അല്ലേ ഈ GR പ്രമോദ് പ്രതിനിധീകരിക്കുന്ന സംഘടന? അതെ, ഇടതുപക്ഷ അദ്ദേഹത്തിന്റെ ഏത് രാഷ്ട്രീയമാണെന്നുള്ളത് എനിക്കറിയില്ല. ഇടതുപക്ഷ സംഘടനയാണ്. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് എന്തായാലും ഇടതുപക്ഷ അനുഭാവ സംഘടന തന്നെയാണ്. ഈ പറയുന്ന കോടാനുകോടി ജനങ്ങളുടെ വികാരം കൂടിയാണ്. ഇപ്പോൾ ഈ ഭാരതാംബ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പശുവിനെ അമ്മയായി കാണുന്ന, എനിക്ക് തോന്നുന്നു കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനത്തും അങ്ങനെ ചില സങ്കല്പങ്ങളുണ്ട്. അവരൊരിക്കലും BJPയോ അല്ലെങ്കിൽ RSSനെയോ പ്രതിനിധീകരിക്കുന്ന ആളുകളായിരിക്കില്ല. അവർ സാധാരണക്കാരായിരിക്കും. അവരുടെ വികാരത്തെയാണ് സത്യത്തിൽ ഇവർ ഈ രാഷ്ട്രീയത്തെ എതിർക്കുക എന്ന പേരിൽ ഇങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മലയാളികൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഇപ്പം ഞങ്ങളൊക്കെ അത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വേ ഓഫ് ലൈഫിന്റെ ഭാഗമാണ് അത്. ഇപ്പം വീട്ടിൽ പശുവിനെ വളർത്തുക, അതിനെ സ്വന്തം മക്കളെ പോലെ തന്നെ സ്നേഹിക്കുന്ന എത്ര ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. അവർ പൂജിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ സ്വന്തം മക്കളെ പോലെ തന്നെ പശുവിനെയൊക്കെ വളർത്തുന്ന എത്രയോ കർഷകരുണ്ട് നമ്മുടെ നാട്ടിൽ. പുറത്തായാലും അവരൊക്കെ അങ്ങനെ ഒരു ദേവതാ സങ്കല്പം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവിക സങ്കല്പം അതിലുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? അവരെ വിശ്വാസമല്ലേ അത്. അതിനെ നമുക്ക് എങ്ങനെ അപമാനിക്കാൻ പറ്റും? ഇപ്പം നമ്മുടെ ഭരണഘടന അനുസരിച്ചായാലും ഇവിടെ എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനമാണല്ലോ നമ്മുടെ രാജ്യത്ത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ വളരെ ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കുക, ഇതൊരു അൺട്രസ്റ്റ് ഉണ്ടാക്കുക, കുറേ ആൾക്കാരുടെ ഇടയ്ക്ക് ഇത് വളരെ മാനസിക വിഷമം ഉണ്ടാക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പെരുമാറാൻ പാടില്ല. കാരണം അദ്ദേഹം വളരെ CCS റൂൾ പോലെയുള്ള വലിയ ചട്ടക്കൂടിനുള്ളിൽ അകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ്. അതിനിപ്പം ഏത് ട്രേഡ് യൂണിയൻ നേതാവായാലും ശരി തന്നെ, അതല്ല സാധാരണ എംപ്ലോയി ആയാലും ശരി തന്നെ, ഈ നിയമങ്ങളൊക്കെ അനുശാസിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഇത്തരം പ്രവൃത്തികൾ ആ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. അതായത് കറക്റ്റ് വയലേഷൻ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും സെക്ഷൻ 197 ആണെന്ന് തോന്നുന്നു നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ. അതനുസരിച്ചും ഇത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ഇത് ക്രിമിനൽ കുറ്റമായി തന്നെ ഇത് നിലനിൽക്കും. അല്ലാതെ നമ്മുടെ സർവീസ് ചട്ടം അനുസരിച്ചും ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തുകൂടാ. ഏതെങ്കിലും ഒരു മതത്തെയോ മതവികാരത്തെയോ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ നിയമപ്രകാരം പറ്റില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഇതിനെ മാതൃകാപരമായി ഇതിനൊരു കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നും. അപ്പോൾ നമ്മളിങ്ങനെയുള്ള പല രാഷ്ട്രീയ പോസ്റ്റുകളും ഈ പറഞ്ഞുള്ള പല കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അത് ചെയ്യുക എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ ഇന്നലെ ഈ കാര്യം അറിഞ്ഞപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ മൊത്തം വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് അയാൾ സ്വാഭാവികമായും എപ്പോഴും ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് കടന്നുപോയി എന്ന് വേണം പറയാൻ.
ഈ രാഷ്ട്രീയ വിമർശനമാകാം, അല്ലെങ്കിൽ BJPക്കും RSS എന്ന സംഘടനയ്ക്കും ഒക്കെ എതിരെ ധാരാളം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. ഈ ഭാരത് മാതാ സങ്കല്പവും അതുപോലെ തന്നെ ഗോമാതാ സങ്കല്പവും ഒന്നും BJPയുടെയോ RSSൻ്റെയോ സ്വന്തമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മാനബിന്ദുക്കളെ തൊട്ട് കളിക്കുന്നത് കൊണ്ട് വ്രണപ്പെടുന്നത് കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരം കൂടിയാണ്. സത്യത്തിൽ ഇത്തരക്കാർക്കെതിരെയാണ് കൃത്യമായ നടപടി വേണ്ടതും. അത് ഉറപ്പിക്കാനാണ് ഇദ്ദേഹത്തെ പോലെയുള്ളവർ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും വളരെയധികം നന്ദി വിവരം നമ്മളുമായി പങ്കുവച്ചത്. നന്ദി. നമസ്കാരം. നമസ്കാരം.